പേളിമണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറാണ്. അവരുടെ ഫാമിലി വ്ളോഗ്സൊക്കെയാണ് കൂടുതലും ഇടുന്നത്. അവരുടെ ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങൾ, കുക്കിങ്, കുട്ടികളുടെ കാര്യങ്ങൾ, കുട്ടികളെ എങ്ങനെ നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേളിമണി ഇടുന്നത്. ഒരുപാട് കുടുംബങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് പേളിമണി. എല്ലാവർക്കും സ്വന്തം കുടുംബത്തിലെ കുട്ടി എന്ന പോലെ തന്നെ പേളിമണിയുടെ കുടുംബത്തെയും ഇഷ്ടമാണ്. കുട്ടികളെ എല്ലാവരെയും ഇഷ്ടമാണ്. അങ്ങനെ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പേളിമണിയുടെ ഫോളോവേഴ്സ് മില്യൺ കണക്കിന് തന്നെ കൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്കകം 1 മില്യൺ ഫോളോവേഴ്സാണ് പേളിമണിക്ക് കുറഞ്ഞിട്ടുള്ളത്. കാരണം അത്രത്തോളം ഇപ്പോൾ ആളുകൾ വെറുക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് കാരണം പേളിമണി തന്നെയാണ്. പേളിമണി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിച്ച ഒരു പോസ്റ്റ്, അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ളൊരു പോസ്റ്റാണ് പേളിമണി കുറിച്ചിട്ടുള്ളത്. രാഷ്ട്രീയമാകാം, നമുക്ക് ഏത് രാഷ്ട്രീയം വേണമെങ്കിലും ആകാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾക്ക് രാഷ്ട്രീയത്തെ ബാധിക്കാത്ത രീതിയിൽ രാഷ്ട്രീയം നോക്കാതെ വേണം നമ്മൾ നമ്മുടെ നിലപാടുകൾ കുറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ നടക്കുന്ന ആ ഒരു വിദ്യാർത്ഥികളുടെ സമരത്തെ എതിർത്തുകൊണ്ടിട്ടാണ് പേളിമണി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. ആ വിദ്യാർത്ഥികളെ എതിർക്കുകയും തൻ്റെ രാഷ്ട്രീയം അത് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് പേളിമണി പങ്കുവച്ചിട്ടുള്ളത്. പേളിമണിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ദയവായി പരിക്കേൽക്കരുത്, നിങ്ങൾ സുരക്ഷിതരായിരിക്കുക, നിങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് തിരികെ പോവുക, ഒരു ലക്ഷ്യവും ജീവനേക്കാൾ വിലപ്പെട്ടതല്ല, ഡേഞ്ചറാണ്, നിങ്ങൾ തിരിച്ചു പോകൂ എന്നാണ് പേളിമണി കുറിച്ചിട്ടുള്ളത്. കുറേ പോസ്റ്റുകൾ അതിനോടകം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നതിന് മുമ്പ് പേളിമണിക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. പേളിമണിയുടെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല ആ സമരത്തിൽ, സത്യം തന്നെയാണ്. പക്ഷേ കുറേയധികം വിദ്യാർത്ഥികൾ ആർക്കു വേണ്ടിയിട്ടാണ് അവിടെ സമരം ചെയ്യുന്നത്? ഇത്രയധികം ദ്രോഹം ഉണ്ടായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് അക്രമങ്ങൾ ആ വിദ്യാർത്ഥികൾ നേരിട്ടിട്ടും അവർ സമരത്തിൽ നിന്നും പിന്മാറാതെ അവർ അവിടെ സമരം തുടരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, വരും തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട്, ഇനിയും ഒരുപാട് തലമുറകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്യുന്നത്. പണ്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നവർ ഇങ്ങനെ പേളിമണി ചിന്തിച്ചതുപോലെ ഡേഞ്ചറാണ്, സമരം വേണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനോ ഇതുപോലെ സ്വാതന്ത്ര്യത്തോടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഇപ്പോൾ പേളിമണി കുറിച്ച പോലെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാവുകയോ അതിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ലായിരുന്നു. അന്ന് നമ്മുടെ പൂർവികർ അത് ചിന്തിച്ചില്ല. അന്ന് അവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്കെല്ലാവർക്കും വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ ജനതകൾക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവർ ഇതുപോലെയുള്ള സമരം ചെയ്ത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അങ്ങനെ അവർ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇതുപോലെ വന്നിരുന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. നമ്മളെ ചോദ്യം ചെയ്യാൻ ആരില്ല, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്കൊരു അവകാശങ്ങളുണ്ട്, ഇതൊക്കെ അവർ നേടിത്തന്നതാണ്. ഇന്ന് പേളിമണി ചിന്തിച്ച പോലെ, പേളിമണി പറഞ്ഞ പോലെ അവർ പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവത്ത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി മാത്രമല്ല സമരം ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പേളിമണിയുടെ വീട്ടിലുമുണ്ട് കുഞ്ഞുങ്ങൾ, നാളെ അവരും ആ ഒരു തലത്തിലെത്തും. അപ്പോൾ അതുപോലെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അതുപോലും ആലോചിക്കാതെ, പാർട്ടിയൊക്കെ ആകാം, എല്ലാ വ്യക്തികൾക്കും പാർട്ടിയുണ്ട്, പക്ഷേ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഒരു സൈഡ്, രാഷ്ട്രീയമൊക്കെ ഒരു സൈഡ് വെക്കുക. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നല്ലതോ ചീത്തയോ നമ്മൾ നോക്കി കാണുക. അത് നല്ലത് ആര് ചെയ്താലും കട്ടയ്ക്ക് അവരോടൊപ്പം നിൽക്കുക. അതിന് ധൈര്യമില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പേളിമണി ഇങ്ങനെ ഒരു വിവരക്കേട് എഴുന്നള്ളിക്കുന്നു ആരും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ക്യാരക്ടർ നമുക്കുണ്ടായൊക്കെ മനസ്സിൽ അങ്ങനെയായിരുന്നു പേളിമണി ഉണ്ടായിരുന്നത്. നല്ലൊരു കുട്ടി, കുടുംബം നോക്കുന്നൊരു കുട്ടി, നല്ല ചിന്താഗതിയുള്ളൊരു കുട്ടി, അങ്ങനെയൊക്കെ ചിന്തിച്ച ആ ഒരു ഇതിൽ നിന്നും പേളിമണി വളരെ കുത്തനെ ഇങ്ങനെ താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഫോളോവേഴ്സാണ് അൺഫോളോ ചെയ്ത് പോയിട്ടുള്ളത്. ഇപ്പോൾ എവിടെ നോക്കിയാലും, ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും
പേളിമണി അൺഫോളോ, പേളിമണി അൺഫോളോ എന്നാണ് കാണിക്കുന്നത്. കാരണം ആളുകൾ ഈ ഒരൊറ്റ പോസ്റ്റിൽ അത്രയ്ക്ക് വെറുത്ത് പോയി. എന്നിട്ടും പേളിമണി ഇപ്പോൾ അവിടെ ഇവിടെയും തൊടാതെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കത്തില്ലേ, വളരെ നല്ല രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ട് എടുത്ത് പൊക്കി കൊണ്ടുവന്നിട്ട് കുത്തനെ എടുത്ത് താഴെ ഇട്ടെന്ന് പറയത്തില്ലേ, ആ ഒരു അവസ്ഥയാണ്. എയറിൽ നിന്നും എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവരക്കേടൊക്കെ പറയുമ്പോൾ, അത്യാവശ്യം സെലിബ്രിറ്റി പട്ടത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പണ്ടുള്ളവർ പറയത്തില്ലേ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു 10 വട്ടം ആലോചിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് പറയുമ്പോൾ ഒന്ന് ആലോചിക്കാമായിരുന്നു പേളിമണി. എന്തായാലും ഇതുപോലെയുള്ള വിവരക്കേടുകൾ ഇനിയെങ്കിലും എഴുന്നള്ളിക്കാതിരിക്കുക. ധൈര്യമില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. കാരണം ധൈര്യമുള്ളവർ, ഇതുപോലെയുള്ള വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്താൻ ധൈര്യമുള്ള കുറച്ച് പേരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ട്, നിങ്ങളുടെ സെലിബ്രിറ്റി പട്ടമുള്ളവർ തന്നെ. കാരണം അവർക്കറിയാം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടല്ല അവർ സമരം ചെയ്തത്, നമുക്ക് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലയെന്ന് ആ ഒരു പോസ്റ്റിൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.